ബുൾഡോസർ രാജിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. അധികാര ദുർവിനിയോഗം അനുവദിക്കാനാകില്ല. ഭരണഘടനാപരമായ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കാൻ വ്യക്തിസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നത് പ്രധാനമാണ്. കുറ്റാരോപിതരുടെ കേസ് മുൻകൂട്ടി വിലയിരുത്താൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. സിബി ജോസഫ് ചേരുന്നു. സിബി, ഉത്തർപ്രദേശിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മനുഷ്യരുടെ വീടുകൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇടിച്ച് നിരത്തുന്നത് സ്ഥിരം സംഭവമായ സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. വിശദാംശം. ഷമ്മി, തീർച്ചയായും ഉത്തരേന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വളരെ വലിയ തിരിച്ചടിയാണ് ഈ സുപ്രീം കോടതി ഉത്തരവ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ബുൾഡോസർ രാജിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. അധികാര ദുർവിനിയോഗം അനുവദിക്കാൻ ആകില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത്. സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ബുൾഡോസറുമായി എത്തി തകർത്ത് തരിപ്പിണമാക്കുന്ന UP-യിലെ BJP സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകൾക്കെതിരെയുമുള്ള ഹർജികളാണെന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. സിബി, തുടരാം. ഷമ്മി, എന്തായാലും BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വളരെ വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബീഹാർ, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് അടക്കമുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. ഇതിനെതിരെ നൽകിയ വിവിധ ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഈ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളുടെ വീടുകൾ പൊളിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് ജസ്റ്റിസ് BR ഗവായി, KV വിശ്വനാഥൻ എന്നിവരൊക്കെ ബെഞ്ച് വ്യക്തമാക്കി. ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഒരു പ്രതി കുറ്റക്കാരനാണോ എന്ന് തീരുമാനിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും കോടതികളാണ്. പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്ന ജഡ്ജിമാരാകാൻ ഭരണകർത്താക്കൾക്ക് അവകാശമില്ലെന്നും അധികാര ദുർവിനിയോഗമാണിതെന്നും സുപ്രീം കോടതി തുറന്നടിക്കുകയും ചെയ്തു. കൂടാതെ ഒരു പാർപ്പിടം എന്ന് പറയുന്നത് ഒരു പൗരന്റെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ്. ഈ മൗലിക അവകാശത്തെ ലംഘിക്കാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ അനധികൃത നിർമ്മാണങ്ങൾ നീക്കുന്നതിനുള്ള ഒരു മാർഗരേഖയും സുപ്രീം കോടതി പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹീനമായ ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് പോലും ശിക്ഷ തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് ഇല്ലെന്നും ഇത് അധികാര ദുർവിനിയോഗമാണെന്നും സുപ്രീം കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. ഒരു പ്രതിയാണെങ്കിൽ പോലും അവരുടെ വീടുകൾ നിയമപ്രകാരമല്ലാതെ പൊളിച്ചു നീക്കാനുള്ള അധികാരമില്ല എന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. അവിടെയും ഒരു വീട് പൊളിച്ചുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോൾ അന്നും ഉത്തർപ്രദേശ് സർക്കാർ, യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ബുൾഡോസർ രാജിനെതിരെയും വളരെ വലിയ ഒരു രൂക്ഷ വിമർശനം സുപ്രീം കോടതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ ഈ ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു ഈ ഒരു രൂക്ഷ വിമർശനവും ബുൾഡോസർ രാജ് ഭരണഘടനാ വിരുദ്ധമാണെന്ന ഒരു മുന്നറിയിപ്പും ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഷമ്മി, സിബി, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ അടുത്ത സമയത്ത് കാണാൻ കഴിഞ്ഞത് മഹാരാഷ്ട്രയിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ വീടുകൾ മുഴുവൻ ഈ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുകയാണ്. ഏതെങ്കിലും കേസുകളിൽ ഒന്ന് പ്രതിയായി കഴിഞ്ഞാൽ അവരുടെ വീടുകൾ ഇടിച്ചു തകർക്കുകയാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വീടുകളാണ് ഇങ്ങനെ തകർക്കപ്പെടുന്നതിൽ ഭൂരിപക്ഷവും എന്നുകൂടിയുണ്ട്. തീർച്ചയായും ഷമ്മി, അത് തന്നെയാണ് ഏറ്റവും ചർച്ചാ വിഷയമാവുന്നത്. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ചില മുനിസിപ്പൽ നിയമം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരുടെ വീടുകൾ പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ന്യൂനപക്ഷത്തിനെതിരായ ഒരു വർഗീയ ആയുധമാക്കി അത് BJP പലതവണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് UP-യിലാണ്. 90% കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ മഹാരാഷ്ട്രയിലും കൂടാതെ ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, ഗുജറാത്ത് അടക്കമുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെയും പ്രതിപക്ഷത്തെ വേട്ടയാടാനും കൂടാതെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തെ തന്നെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമായി ബുൾഡോസർ രാജ്യം ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിനെതിരെയായിരുന്നു ഈ ഒരു ഹർജി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അത് BJP-ക്കും കേന്ദ്ര സർക്കാരും വലിയ തിരിച്ചടി നൽകുന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്ന വിധി കൂടിയാണ് ഇത്. നമുക്കറിയാം, നേരത്തെ
CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കാട്ട് ബുൾഡോസർ രാജനെതിരെ പ്രതിഷേധിക്കുകയും ബുൾഡോസറിന് മുൻപിൽ നിന്നുകൊണ്ട് തന്നെ അവർ നേരിട്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതെല്ലാം തന്നെ അന്ന് വളരെ വലിയ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വലിയ പ്രതിഷേധം CPI-യും ഇതിനെതിരെല്ലാം തന്നെയും വളരെ കാലങ്ങളായി പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. എന്നാലും ഇതിനെല്ലാം തന്നെയും ഒരു അറുതി വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി തീർച്ചയായും സിബി സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്.